ഹായ്, നമ്മളിന്നിവിടെ ഒരു വെണ്ടയ്ക്ക പുളിക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ഊണ് കഴിക്കാൻ നല്ല രസമുള്ളൊരു കറി. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 200 ഗ്രാം വെണ്ടയ്ക്ക എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി ഈ ഒരു വലുപ്പത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോഴേക്കും 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക അതിലേക്ക് തട്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ പശയൊക്കെ ഒന്ന് വെണ്ടയ്ക്കയുടെ പശ മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കാം. അധികം കരിഞ്ഞു പോകേണ്ട കാര്യമില്ല, ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നല്ല സ്വാദുള്ള ഒരു കറിയാണ് കണ്ടോ. ഞാനപ്പോൾ അതെല്ലാം ഒന്ന് കോരി മാറ്റി. വീണ്ടും നമ്മൾ അതിലൊരു 1/2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലൊരു 7-8 കഷ്ണം വെളുത്തുള്ളി ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാനൊരു 20 ചുവന്നുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഉള്ളി ഞാൻ മുറിക്കാതെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്കയുടെ കൂടെ ഈ ഉള്ളിയും കൂടി ഒരു കഷ്ണം കടിക്കുമ്പോൾ ആ കറിക്കൊരു നല്ല സ്വാദാണ്. അതാണ് ഞാൻ മുറിക്കാതെ ഇട്ടത്. അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് വഴറ്റി അതൊന്ന് വഴന്നതിന് ശേഷം നമ്മളൊരു മീഡിയം സൈസ് തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളിയും ഈ തക്കാളിയും കൂടി ഒന്ന് വെന്ത് വരട്ടി എടുക്കാം. അത് രണ്ടും കൂടി കിടന്ന് വേകുമ്പോൾ ആ ഉള്ളിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. വീണ്ടും നമ്മളതൊന്നുകൂടെ വഴറ്റി ആ മസാലയുടെ പച്ച മണമെല്ലാം മാറുന്നത് വരെ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഈ മൂത്ത മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും ഒന്ന് ഇളക്കിയിട്ട് അതിന് വേണ്ടുന്ന വെള്ളം നമ്മൾ 1 കപ്പ് സാധാരണ വെള്ളവും കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിയുടെ ചാറിന് വേണ്ടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളയ്ക്കട്ടെ. ഇനി ഈ തിളയ്ക്കുന്ന മസാലയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് കരിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ കറിക്ക് വേണ്ടുന്ന ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മളിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കറി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഒന്ന് തിളച്ച് വെന്തിട്ടുണ്ട്. അതിന് നമ്മളൊരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പുളി ചേർത്ത് വയ്ക്കുന്ന കറിക്ക് ഉപ്പും പുളിയും ക്രമത്തിൽ വരാൻ വേണ്ടി നമ്മളിത്തിരി മധുരം ചേർക്കും. അതാണ് ശർക്കര ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നമുക്കിതിനൊരു അച്ചാറിൻ്റെ പോലും ആവശ്യമില്ല ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അത്രയും ടേസ്റ്റിയായ ഒരു കറിയാണ്. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായാൽ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ കൂടി എന്നെ അറിയിക്കണേ.